ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നുഹയാസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞാൽ എൻ്റെ വീഡിയോ ഒക്കെ കമൻറ്റ്സ് കാണാറുണ്ട്, എത്രയാണ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഹെയർ ബാൻഡിൻ്റെ റേറ്റ് എത്രയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴൊക്കെ ഞാൻ റിപ്ലൈയും കൊടുക്കാറുണ്ട്. ഞാൻ നെക്സ്റ്റ് ഇതിനെക്കുറിച്ചൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. പക്ഷേ എന്തോ എനിക്കതിന് പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ആ ഒരു വീഡിയോ ചെയ്യാമെന്ന് കേട്ടോ. അപ്പോൾ ആദ്യകാലങ്ങളൊക്കെ എനിക്കും കുറച്ച് കൺഫ്യൂഷനായിരുന്നു കേട്ടോ. ഇതിൻ്റെ വില എങ്ങനെ നിശ്ചയിക്കുക എന്നുള്ളതൊക്കെ ചിലപ്പോൾ കൂടിപ്പോകാനോ കുറഞ്ഞുപോകാനൊക്കെ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്റ്റ്, അതായത് ഒരു ഹെയർ ബാൻഡ് ഇപ്പോൾ മേക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ അപ്പോൾ അതിൽ നമുക്ക് ചിലവായ തുകയും കിട്ടണം, പ്ലസ് നമ്മുടെ ലാഭവും. അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഒരു പ്രൈസ് എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാണെങ്കിൽ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ ഇതൊക്കെ നെയിം വെച്ചിട്ടുള്ള ഹെയർ ബാൻഡാണ്. പക്ഷെ ഞാൻ ഇത് തന്നെ പലതരത്തിൽ ചെയ്തിട്ടുണ്ട്. അതായത് പേസ്റ്റൽ ബീഡ്സും നെയിം ബീഡ്സും വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഗ്ലിറ്റർ ട്യൂബിൻ്റെ ഒരു പീസും അതുപോലെ തന്നെ നെയിം ബീഡ്സും വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പല ടൈപ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് വില ചേഞ്ച് ആക്കാൻ പറ്റണം. ഈ ഒരു ഫോട്ടോയിൽ കാണിക്കുന്ന ഈ ഒരു ഹെയർ ബാൻഡ് ഞാൻ അതായത് നല്ല ക്വാളിറ്റി ബീഡ്സും ഉപയോഗിച്ച് കസ്റ്റമർ പറഞ്ഞ രീതിയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ അനുസരിച്ചിട്ട് വിലയിടാൻ പറ്റണം കേട്ടോ. അപ്പോൾ ഞാൻ ഓരോന്നിൻ്റെ റേറ്റ് പറയാം. അപ്പോൾ ഈ ഒരു പേസ്റ്റൽ ബീഡ്സും അതുപോലെ തന്നെ ഈ ഒരു നെയിം ബീഡ്സും വെച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു ഹെയർ ബാൻഡിന് വന്നിട്ട് 55 രൂപ എന്നിട്ട് റേറ്റ്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഗ്ലിറ്റർ ട്യൂബിൻ്റെ കൂടെ നമ്മുടെ നെയിം ബീഡ്സ് വെച്ച് ചെയ്യുകയാണെങ്കിൽ അതൊരു 45 രൂപ. അപ്പോൾ ആ ഒരു റേറ്റിന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റണം. പിന്നെ നമുക്കെന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടുന്ന രൂപ, ഇപ്പോൾ എനിക്കിപ്പോൾ ഗ്ലിറ്റർ ട്യൂബ് ഒരു 35 രൂപക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു റേറ്റിന് കിട്ടുന്നില്ലെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന വിലക്കനുസരിച്ച് നിങ്ങൾക്ക് വിലയിൽ ചേഞ്ച് വരുത്താൻ പറ്റണം കേട്ടോ. അപ്പോൾ പിന്നെ വന്നിട്ടുള്ളത് ഇതുപോലുള്ള ഈ ഒരു അലിഗേറ്റർ ക്ലിപ്സ് ആണ് കേട്ടോ. ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിന് വന്നിട്ട് ഒരു ജോഡിക്ക് 20 രൂപയായിട്ട് റേറ്റ്. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ജോഡിയായിട്ട് കൊടുക്കാതെ 6 ജോഡിയൊക്കെ ആയിട്ട് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ഓർഡർ തന്നെ കിട്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ എനിക്ക് കുറേ ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാം ഒന്ന് ചെയ്യാതെ കുറച്ചുകൂടെ അധികം ചെയ്യുമ്പോൾ, അതായത് ഒരു 6 ക്ലിപ്സ് 6 ജോഡിയൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചധികം ലാഭം അതിൽ കിട്ടും. അപ്പോൾ വാങ്ങുന്ന കസ്റ്റമേഴ്സിനും ഉപകാരപ്പെടുകയും ചെയ്യും. അതായത് 6 അവർക്ക് കിട്ടിയല്ലോ. അപ്പോൾ അവർക്കും അതൊരു ചെറിയ തുകയായിട്ട് തോന്നും. അപ്പോൾ നമുക്കങ്ങനെ കുറേ ഓർഡേഴ്സ് കിട്ടിട്ടോ. അപ്പോൾ പിന്നെ വന്നിട്ടുള്ള ഇതുപോലെ തന്നെ ഈ ഒരു ഗ്ലിറ്റർ ഷീറ്റ് വെച്ച് ചെയ്തിട്ടുള്ള ഒരു ഹെയർ ബാൻഡ് ആയിരുന്നു. ഹെയർ ബാൻഡ്, അപ്പോൾ ഈ ഒരു ഹെയർ ബാൻഡ് വന്നിട്ട് നമുക്കൊരു 30 രൂപയൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തത് ഇതുപോലെ ഇങ്ങനെ ബട്ടർഫ്ലൈ ക്ലിപ്പ് ഇതുപോലെ ഈ ഒരു സെറ്റിന് വന്നിട്ട് 99 രൂപയ്ക്ക് വന്നിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം നല്ല ഓർഡർ തന്നെ ഇതിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഹെയർ ബാൻഡായിരുന്നു കേട്ടോ. ഈ ഒരു സെറ്റിനാണ് 99 രൂപയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ലാഭം തന്നെയാണ്. പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു മിക്കി മൗസ് ഹെയർ ബാൻഡായിരുന്നു. ഇതിന് വന്നിട്ട് 45 രൂപയാണ് റേറ്റ്. പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു ഗ്ലിറ്റർ ഷീറ്റ് വെച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു ഹെയർ ബാൻഡാണ്. അപ്പോൾ ഇതിനൊരു പീസിന് വന്നിട്ട് 30 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ലാഭം തന്നെയാണ്. പിന്നെ വന്നിട്ടുള്ളത് ഇതുപോലുള്ള ഈ ഒരു ബട്ടർഫ്ലൈ ക്ലിപ്പാണ്. ഇതിനൊന്നിന് ഒരു പീസിന് 25 റുപ്പീസാണ് കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് നമുക്ക് ഈ ഒരു ടൈപ്പുള്ള ഗ്ലിറ്റർ ഷീറ്റ് വെച്ച് തന്നെ ചെയ്തിട്ടുള്ള ക്ലിപ്പാണ്. ഇതിന് വന്നിട്ട് 20 റുപ്പീസാണ് ഒരു ജോഡിക്ക്. പിന്നെ നമുക്ക് ഇതുപോലുള്ള ഗ്ലിറ്റർ ഷീറ്റ് വെച്ച് ചെയ്യുന്ന ഹെയർ ബാൻഡും ഹെയർ ക്ലിപ്സൊക്കെയാണ്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് വലിയ നഷ്ടമൊന്നുമില്ല. കാരണം ഒരു ഗ്ലിറ്റർ ഷീറ്റിന് 15 രൂപയാണ് റേറ്റ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡിന് ഒരു 30 റുപ്പീസിനൊക്കെ കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ആ ഒരു ക്ലിപ്പിന് 20 റുപ്പീസിനൊക്കെ നമുക്ക് കൊടുത്താൽ തന്നെ നമുക്ക് ലാഭം തന്നെയാണ്. പിന്നെ വന്നിട്ടുള്ളത് ഇതുപോലുള്ള ഇറേസ് ഫ്ലവറും അതുപോലെ തന്നെ നമുക്ക് പേസ്റ്റൽ ബീഡ്സോ ഫ്ലവറൊക്കെ ഇതുപോലെ അലിഗേറ്റർ ക്ലിപ്സിൽ ഒട്ടിച്ചിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇതിനൊക്കെ ഒരു ജോഡിക്ക് വന്നിട്ട് നമുക്ക് 25, 30 ആ ഒരു വിലക്കൊക്കെ കൊടുക്കാം കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ഗിയർ വയറിൽ കോർത്തെടുത്ത് ചെയ്തിട്ടുള്ള ഈ ഒരു ഹെയർ ബാൻഡും ക്ലിപ്പാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെയർ ബാൻഡ് നമുക്കൊരു 40 രൂപയ്ക്ക് സെയിൽ ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ക്ലിപ്പും ഹെയർ ബാൻഡ് ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്ലിപ്പിന് 20 റുപ്പീസും അതുപോലെ തന്നെ ഹെയർ ബാൻഡിന് 40 രൂപ. അപ്പോൾ നമുക്ക് ടോട്ടൽ 60 രൂപയ്ക്ക് ഇത് സെയിൽ ചെയ്യാം കേട്ടോ. പിന്നെ വന്നിട്ട് ഈ ഒരു ഗ്ലിറ്റർ ട്യൂബ് കൊണ്ടുള്ള ഹെയർ ബാൻഡാണ്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് അലിഗേറ്റർ ക്ലിപ്സും അതിന് മാച്ചായിട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഹെയർ ബാൻഡ് നമുക്ക് 60 രൂപ വരെ നമുക്ക് വാങ്ങാം കേട്ടോ. അപ്പോൾ 60 രൂപ, 55 രൂപ, 50 രൂപ അങ്ങനെയൊക്കെ നമുക്ക് ഇതിന് സെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഏരിയയിൽ എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് എന്നൊക്കെ നോക്കാം. അപ്പോൾ അതനുസരിച്ച് നമുക്ക് വിലയിൽ ചെറിയ ചേഞ്ചൊക്കെ വരുത്താം കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്ലിറ്റർ ട്യൂബ് തന്നെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ബീഡ്സൊക്കെ കൂടി ആഡ് ചെയ്തിട്ടാണെങ്കിൽ നമുക്കതൊരു 50 രൂപ, 45 രൂപക്കൊക്കെ നമുക്ക് സെയിൽ ചെയ്യാം കേട്ടോ. പിന്നെ വന്നിട്ട് ഈ ഒരു ഗ്ലിറ്റർ ട്യൂബ് നമ്മുടെ ബാക്കി വന്ന ഗ്ലിറ്റർ ട്യൂബ് കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ ഇതിന് വന്നിട്ട് ഒരു 40 രൂപ. ഇത് കുറച്ച് പണിയുണ്ട് ഉണ്ടാക്കാനെങ്കിലും നമുക്ക് വേസ്റ്റ് ആകാതെ ഗ്ലിറ്റർ ട്യൂബിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഒരു 40 രൂപക്കൊക്കെ നമുക്കിത് സെയിൽ ചെയ്യാം കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് ഇതുപോലുള്ള ഈ ഒരു സാറ്റിൻ റിബനെ കൊണ്ട് അതുപോലെ തന്നെ ഓഫ് വൈറ്റ് പേളും വെച്ചിട്ട് ചെയ്തതാണ്.
അപ്പോൾ 2 ഫ്ലവറും അതുപോലെ തന്നെ ബീഡ്സൊക്കെ വെച്ച് ചെയ്താൽ ഒരു 40 രൂപ 45 രൂപ തന്നെ നമുക്ക് കൊടുക്കാം കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് ഇത് നല്ല നമ്മുടെ 10 mm ഓഫ് വൈറ്റ് ബീഡ്സ് കൊണ്ട് ചെയ്തതാണ്. അപ്പോൾ ഇത് ഞാൻ 100 രൂപക്കാണ് ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ. പിന്നെ വന്നിട്ടുള്ളത് ഇതുപോലെ ഇങ്ങനെ പേസ്റ്റൽ ബീഡ്സും ഫ്ലവേഴ്സൊക്കെ വെച്ച് ചെയ്യുന്ന ഹെയർ ബാൻഡാണ്. അതിന് നമുക്കൊരു 35-40 രൂപക്കൊക്കെ കൊടുക്കാം. പിന്നെ വന്നിട്ടുള്ളത് ഇതുപോലുള്ള ഹെയർ ബാൻഡും അതുപോലെ തന്നെ അതിന് മാച്ചായിട്ടുള്ള മാല, ബ്രേസ്ലെറ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഗ്ലാസ് ബീഡ്സ്, അതായത് ഒരു ബട്ടർഫ്ലൈയുടെ ഗ്ലാസ് ബീഡ്സ് വെച്ച് ചെയ്യുന്ന ഒരു ബ്രേസ്ലെറ്റിന് വന്നിട്ട് 25 റുപ്പീസ് നമുക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെയർ ബാൻഡിന് ഞാൻ അത്യാവശ്യം ഗ്ലാസ് ബീഡ്സും അതുപോലെ തന്നെ നമ്മുടെ ഓഫ് വൈറ്റ് ബീഡ്സും കൂടെ വെച്ച് ചെയ്തതാണ്. അപ്പോൾ അതിന് 50 രൂപയാണ് റേറ്റ് ആ ഒരു ഹെയർ ബാൻഡിന്. മാലയ്ക്ക് വന്നിട്ട് 40 രൂപ 45 രൂപയ്ക്ക് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യാം. പിന്നെ വന്നിട്ട് നമുക്ക് ഈ ഒരു ഫോം ഫ്ലവർ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഹെയർ ബാൻഡാണ്. ഒരു ഫോം ഫ്ലവറിന് വന്നിട്ട് 4 രൂപ 3 രൂപക്കൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ 4 ഫ്ലവർ, പിന്നെ നമ്മുടെ ഒരു ഹെയർ ബാൻഡിൻ്റെ റേറ്റും കൂടെ കൂട്ടിയിട്ട് നമ്മുടെ ആ ഒരു ചിലവായ രൂപയും പിന്നെ നമ്മുടെ ലാഭമൊക്കെ കൂട്ടിയിട്ട് ഒരു 45 രൂപ കൊടുക്കാം. പിന്നെ നമുക്ക് ഈ ഒരു ബ്രേസ്ലെറ്റ് ആണ്. ഒരു ബ്രേസ്ലെറ്റ് 25 റുപ്പീസ്. നമ്മൾ നെയിം കൊടുക്കുകയാണെങ്കിൽ ബ്രേസ്ലെറ്റിന് കൂടെ നെയിമൊക്കെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നെയിം ബീഡ്സൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കതൊരു 30 റുപ്പീസ് 35 റുപ്പീസിനൊക്കെ കൊടുക്കാം കേട്ടോ. പിന്നെ വന്നിട്ട് ഇതുപോലുള്ള ഗ്ലിറ്റർ ട്യൂബും റെയിൻബോ ബീഡ്സൊക്കെ വെച്ച് ചെയ്തിട്ടുള്ള ഒരു ഹെയർ ബാൻഡ്, അതുപോലെ തന്നെ 2 ക്ലിപ്സ് ഉണ്ടായിരുന്നു, അലിഗേറ്റർ ക്ലിപ്സ് ആണ് കേട്ടോ ഇത്. പിന്നെ ബ്രേസ്ലെറ്റ് ആ ഒരു സെറ്റിൽ വരുന്നത് ഇതുപോലെ മാല, ബ്രേസ്ലെറ്റ്, ക്ലിപ്സ്, ഹെയർ ബാൻഡ്. ഇതിന് വന്നിട്ട് ഒരു സെറ്റിന് 110 രൂപയ്ക്കാണ് ഞാൻ സെയിൽ ചെയ്തിരുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിലും കൊടുക്കാം. ഇതൊരു മാലക്ക് ഒരു 40 രൂപ. അതുപോലെ നിങ്ങൾക്ക് തന്നെ ഇതിന് വില നിശ്ചയിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്ലിറ്റർ ട്യൂബിൻ്റെ കാര്യത്തിൽ എനിക്കിപ്പോൾ ഒരു 35 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു 40 രൂപയ്ക്കാകാം, ചിലപ്പോൾ നിങ്ങൾക്ക് 25 രൂപയ്ക്കാകാം. അപ്പോൾ നിങ്ങൾ ആ ഒരു വിലക്കനുസരിച്ച് നിങ്ങളുടെ പ്രൊഡക്റ്റിൽ മാറ്റം വരുത്താം കേട്ടോ, വിലയിൽ മാറ്റം വരുത്താം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ഏകദേശം ഒരു ധാരണ വിലയെക്കുറിച്ച് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.